നമസ്കാരം. ഒരു വനദിനം കൂടി കടന്നുപോയി. പതുപോലെ മലയാളി ഒരുപാട് വൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. ഭൂരിഭാഗം പേരും അവയെല്ലാം നട്ടു കഴിഞ്ഞു. ഇനി അടുത്ത വനദിനത്തിൽ നാം വീണ്ടും വൃക്ഷത്തൈകൾ വിതരണം ചെയ്യും. നല്ലതാണ് ഈ ശ്രമങ്ങൾ. എന്നാൽ ഇത് മാത്രം മതിയോ? പ്രകൃതിയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഒരു സാക്ഷരത മനുഷ്യന് ആവശ്യമല്ലേ? ഭൂമിയുടെ അവകാശികളെക്കുറിച്ച് ചിന്തിക്കേണ്ടതല്ലേ? മരമാണോ മനുഷ്യനാണോ പ്രകൃതിയിൽ പ്രധാനം എന്ന് ചോദിച്ചാൽ രണ്ടുത്തരം സ്വാഭാവികമാണ്. എന്നാൽ വനനശീകരണത്തിന് ന്യായീകരണവുമായി മനുഷ്യനെ ഉയർത്തിക്കാണിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നതാണ് ഈ ആഴ്ചയിലെ ഞങ്ങൾക്കും പറയാനുണ്ട് ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ അതിഥികളായി പങ്കെടുക്കുന്നത് മുൻ വനമന്ത്രി ബിനോയ് വിശ്വം, ഒപ്പം ഇ കുഞ്ഞികൃഷ്ണൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ, വീണ ജിൻ പരിസ്ഥിതി പ്രവർത്തക, എ റഹീം CPM നേതാവ്. ആദ്യമേ മുൻ മന്ത്രി ബിനോയ് വിശ്വത്തോടാണ്. അങ്ങയുടെ കാലത്ത് തെരുവിന് തണലായി തൊഴിലാളി തുടങ്ങിയ വഴിയോരങ്ങളിലെ മരം, എൻ്റെ മരം പദ്ധതി, തീരദേശങ്ങളിൽ മരം തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്നു. അവയൊക്കെ എത്രമാത്രം വിജയം കണ്ടു? മറ്റൊന്ന്, വനദിനം കടന്നു പോകുമ്പോൾ കേരളത്തിലെ വനങ്ങളെക്കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക, വനനശീകരണത്തെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ, ഇക്കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാനാണ് നമുക്ക് സാധിച്ചിരിക്കുന്നത്? LDF ഗവൺമെൻറ് അധികാരം കൈയാളിയ 2006-2011 കാലം എന്ന് വിശേഷിപ്പിക്കാം. ആ കാലത്ത് കേരളത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ ശ്രമിച്ചത് ഏറ്റവും ഗൗരവതരമായി ലോകം മുഴുവൻ നേരിടുന്ന ആഗോളതാപനത്തിൻ്റെ വെല്ലുവിളിയെപ്പറ്റി ബോധ്യപ്പെടുത്താനാണ്. ആഗോളതാപനം ഇനിമേലൊരു കെട്ടുകഥയല്ല. ലോകത്തിൻ്റെ ഭാവിയെ, ജീവൻ്റെ ഭാവിയെ, നിലനിൽപ്പിൻ്റെ ഭാവിയെ എല്ലാം തുറന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ആഗോളതാപനം നമ്മുടെ മുമ്പിൽ ഇപ്പോഴുണ്ട്. ഈ ആഗോളതാപനത്തിന് മുമ്പിൽ കൈകെട്ടിയിരിക്കാനാകില്ല. അതിൽ ഗവൺമെൻറ്റിൻ്റെ മാത്രം കർത്തവ്യമല്ല, ജനങ്ങളാകെ അണിചേരേണ്ട ഒരു ജനകീയ പ്രസ്ഥാനമാണെന്ന ബോധ്യത്തിലാണ് LDF ഗവൺമെൻറ് മുമ്പോട്ട് വരാൻ ശ്രമിച്ചത്. ഓരോ വനം ദിനത്തിലും ഓരോ ജൂൺ 5-നും പോയി കുറേ മരം വയ്ക്കുക, ഒരു ഫോട്ടോ എടുക്കുക, അത് പിറ്റേന്ന് പേപ്പറിൽ വരുത്തുക, അതോടെ ആ ദൗത്യം കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഏർപ്പാടിന് മാറ്റമുണ്ടാക്കാൻ ശ്രമിച്ചു. ആ മാറ്റമുണ്ടായി. ജനങ്ങൾ മരങ്ങളുടെ പ്രാധാന്യം, പ്രകൃതിയുടെ പ്രാധാന്യം, ആഗോളതാപനത്തിൻ്റെ ആപത്തിനെ പറ്റിയുള്ള ബോധ്യം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ജനകീയ അവബോധത്തിൻ്റെ വെളിച്ചത്തിൽ കേരളത്തിന് മുമ്പിൽ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പുതിയ പാഠങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് വിനയപൂർവകമായ എൻ്റെ അവകാശവാദം. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇപ്പോൾ മരമാണോ മനുഷ്യനാണോ വലുതെന്ന് ചോദിച്ചാൽ വനത്തെക്കാളും പ്രധാനമാണ് മറ്റു പലതും എന്നുള്ള തരത്തിലേക്ക് പലരുടെയും അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ വൈദ്യുതി മന്ത്രി തന്നെ അതേ നിലപാട് സ്വീകരിച്ചു. വനത്തിന് മുകളിലേക്ക് വികസനം വേണം, അല്ലെങ്കിൽ അതിന് വൈദ്യുതി വേണം. ആതിരപ്പള്ളി ആയാലും മറ്റെന്തെങ്കിലും ആണെങ്കിലും അത് ആവശ്യമെങ്കിൽ അതിനേക്കാളും മനുഷ്യനാണ് ഏറ്റവും വലുത് എന്നുള്ളൊരു സങ്കല്പം വെക്കുന്നു. എന്തായിരുന്നു പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നത്? പരിസ്ഥിതിയിൽ മനുഷ്യനുള്ള സ്വാധീനം എന്താണ്? മനുഷ്യൻ്റെ ആവശ്യകത എന്താണ്? പ്രകൃതിയിൽ മനുഷ്യൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ എവിടെയാണ്, ആർക്കാണ് പ്രാധാന്യം നൽകേണ്ടത്? ക്രിയാത്മകമായ ഇടപെടൽ വേണം. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായൊരു പ്രശ്നമാണ്. ഇപ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യം സഖാവ് M.M. മണിയുടെ പ്രസ്താവനയാണ്. M.M. മണി ഒരു ചോദ്യത്തോട് പ്രതികരിച്ചതാണ്. അദ്ദേഹം വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നൊരു മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പ്രധാന കൺസേൺ വൈദ്യുതി തന്നെയാണ്. കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് ഈ മാർച്ച് 31-ന് പോവുകയാണ്. ഇന്ത്യയിലെ അങ്ങനെയുള്ള ആദ്യത്തെ സംസ്ഥാനമായി മാറുന്നു. വൈദ്യുതി ഉപഭോഗം കൂടി വരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടെത്തലിനെ സംബന്ധിച്ചാണ്. ഇത് പരിസ്ഥിതിയെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ഒരു പരിധിക്കപ്പുറം കാൽപ്പനികമായും ഒരു പരിധിക്കപ്പുറം മൗലികവാദപരമായും കടന്നു പോകാതിരിക്കുക എന്നതുകൂടി വേണം. ഈ സസ്റ്റൈനബിൾ എന്ന് പറയുന്നത് അവിടെയും ബാധകമാണ്. ഈ തുലാസ് അവിടെയും കൃത്യമായി തന്നെ നിൽക്കണമെന്നുള്ളതാണ്. അത് അതിര് കടക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ വിമർശന വിധേയമാക്കണം. ഇപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ ഇഷ്യൂ ആതിരപ്പള്ളിയുമായി ബന്ധപ്പെട്ടാണ്. 5 ഏജൻസികൾ വ്യത്യസ്ത തലങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ആ 5 ഏജൻസികളിൽ ഒന്നുപോലും അരുത് എന്ന് പറയാത്തൊരു പദ്ധതി, ഇത്രയധികം ശാസ്ത്ര സാങ്കേതിക വിദ്യയെല്ലാം വികസിച്ച ഒരു ഘട്ടത്തിൽ, ഇത്രയധികം ഡെമോക്രാറ്റിക്കായ ഒരു സൊസൈറ്റിയിൽ എല്ലാ ഏജൻസികളും അരുത് എന്ന് പറയാത്തൊരു പദ്ധതി പിന്നെയും അരുത് എന്ന് പറയുന്നത് അത് ശരിയാണോ? കൈയടി കിട്ടും, പക്ഷേ അത് ശരിയാണോ? ടു ദി പോയിൻ്റ് കാര്യങ്ങളെ കാണാൻ കഴിയണം. ഇന്ന പ്രശ്നം, ആ പ്രശ്നം ഇപ്പോൾ
ഒരു പ്രശ്നം പർട്ടിക്കുലർ ഇഷ്യൂ ആതിരപ്പള്ളി എടുക്കും. ആതിരപ്പള്ളിയിൽ 1, 2, 3 ഈ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം, CPM-ൻ്റെ പ്രശ്നം എങ്ങനെ അല്ലാതാകും? ആ പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്യാൻ നമുക്ക് കഴിയണം. അതല്ലാതെ ഇതിനെല്ലാറ്റിനും മുകളിൽ ഒന്നും പാടില്ല എന്നല്ല പറയേണ്ടത്. അപ്പോൾ ഇതിനെ അതാണ് ഒരു കൃത്യമായി ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ശക്തമായി, അത് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് അങ്ങനെയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല എന്നല്ല. ഇപ്പോഴാദ്യം ഇത് സംബന്ധിച്ച് വിവാദപരത്ത് സഖാവ് കടകംപള്ളിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ്. അന്ന് വിദ്യുത് ശക്തി മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞത്. രണ്ടാമത് ആ വകുപ്പിലേക്ക് സഖാവ് എം എം മണി വന്നു. എം എം മണി അത് സംബന്ധിച്ചൊരു ചോദ്യത്തിനും പ്രതികരണമുണ്ടായി. ഞങ്ങളെ സംബന്ധിച്ച് അത് മറച്ചു വയ്ക്കുന്ന കാര്യമല്ല. ആ പദ്ധതിയെക്കുറിച്ചാണ് ആശങ്കയെങ്കിൽ ആ പദ്ധതി നടപ്പിലാക്കണമെന്നും അത് ഈ പ്രചരിപ്പിക്കും വിധം പരിസ്ഥിതി ആഘാതപരമല്ല എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. അത് പറയുന്നത് ശാസ്ത്രീയ അടിത്തറയിലാണ്. എവിടെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മുടെ ഭരണവർഗത്തിനും സാധാരണ ജനങ്ങൾക്കും എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട്? ഈ വനസംരക്ഷണം എന്ന് പറയുന്നതും പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നതും ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയോ ഏതെങ്കിലും കുറച്ച് വ്യക്തികളുടെയോ ബാധ്യതയല്ല. ഇത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭരണകൂടത്തിനാണ്. അത് കൃത്യമായിട്ട് ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ട്. 48A എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് പ്രകൃതിയെ നിലനിർത്തേണ്ടത്, പുഴയെ നിലനിർത്തേണ്ടത്, കാടിനെ നിലനിർത്തേണ്ടത്, വന്യമൃഗങ്ങളെ നിലനിർത്തേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് സർക്കാർ ചെയ്യേണ്ടതാണ് ഭരണഘടന പ്രകാരം. ഇത് പശ്ചിമഘട്ടത്തിലെ ഒരു വനമേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പശ്ചിമഘട്ടത്തിൽ പിന്നെ റഹീം പറഞ്ഞു, എല്ലാ ഏജൻസികളും ഗ്രീൻ സിഗ്നൽ കാണിച്ച ഒരു പദ്ധതിയാണ്, ശാസ്ത്രീയമായ പഠനത്തിൻ്റെ പേരിലാണ്. ഞാൻ പറയുന്നത് പല ഏജൻസികളുടെയും വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഏജൻസിയെ പറയാം. ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ഏജൻസി അതിനകത്തുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ വെസ്റ്റേൺ ഘാട്ടിനെക്കുറിച്ച് പഠിച്ച് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. അതിനകത്ത് കർണാടകത്തിലെ ഒരു പ്രോജക്റ്റും ഗുണ്ടിയ പ്രോജക്റ്റും അതുപോലെ തന്നെ കേരളത്തിലെ അതിരപ്പള്ളി പ്രോജക്റ്റും പ്രത്യേകം പഠനം നടത്തിയിട്ട് ഇത് നടത്താവോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് ചോദിച്ചിട്ടുണ്ട്. ഇതേ ഡിപ്പാർട്ട്മെൻറ്റ് എൻവയോൺമെൻറ്റ് അവിടുത്തെ വനം മന്ത്രി അവർ കൊടുത്തിരിക്കുന്ന ഉത്തരം നടത്താൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ വിശ്വാസത്തിലെടുക്കണം അങ്ങനെയാണെങ്കിൽ. അപ്പോൾ പല ഏജൻസികളുടെയും വിശ്വാസം തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പല പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്ന് നമ്മൾ പശ്ചിമഘട്ടത്തിലെ അവശിഷ്ട വനങ്ങൾ ബാക്കിയുള്ള പുഴകളുടെ നമ്മുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ടാണ് ഇനിയും പുഴയെ നശിപ്പിച്ച് കാടിനെ നശിപ്പിച്ച് നമുക്കൊരു വികസനം വേണോ? നേരത്തെ റഹീം പറഞ്ഞ സസ്റ്റൈനബിൾ, ആ സസ്റ്റൈനബിലിറ്റിയുടെ അതിരെവിടെയാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ഇനിയും വെട്ടാൻ കാടുണ്ടോ, ഇനി നശിപ്പിക്കാൻ പുഴയുണ്ടോ എന്നുള്ളതാണ്. മുമ്പ് പലപ്പോഴും നമുക്കൊരു ആൾട്ടർനേറ്റീവ് പിന്നെന്താണ് വേണ്ടത്? സൈലൻറ്റ് വാലി വേണ്ട എന്ന് പറയുമ്പോൾ നമുക്ക് വീണ്ടും പറയാനുള്ളത് വേറൊരു ജലവൈദ്യുത പദ്ധതിയാണ്. പക്ഷേ ഇന്ന് അതല്ല അവസ്ഥ. കാരണം നമുക്ക് ആൾട്ടർനേറ്റീവ്സ് ഒരുപാടുണ്ട്. അപ്പോൾ മുമ്പ് നമ്മൾ കളിയാക്കിയിരുന്നു കാറ്റിൽ നിന്നുള്ള വൈദ്യുതി, സൂര്യനിൽ നിന്നുള്ള വൈദ്യുതി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇന്ന് ഉത്തരമുണ്ട്. സൗരോർജം എന്ന് പറയുന്നത് വളരെ ചീപ്പായിരിക്കുകയാണ് പണ്ടത്തേനേക്കാളും. എന്ന് മാത്രമല്ല കേരളത്തിൽ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലും അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന 200 മെഗാവാട്ട് ശേഷിയുള്ള പദ്ധതികൾ, ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് നമുക്കൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. കാട് വെട്ടി നശിപ്പിച്ചാൽ തിരിച്ചുണ്ടാക്കാൻ പറ്റില്ല, കാടിനെ ഉണ്ടാക്കാൻ വഴിയൊന്നുമില്ല. പക്ഷേ വൈദ്യുതി ഉണ്ടാക്കാൻ 100 കണക്കിന് വഴികളുണ്ട്. അപ്പോൾ ഇത് മാത്രമാണോ വഴി? അല്ല, വേറെ വഴികളുണ്ടെങ്കിൽ ഇന്നത് സസ്റ്റൈനബിൾ ആണെങ്കിൽ, സസ്റ്റൈനബിലിറ്റി ഞാനും സമ്മതിക്കുന്നു, സസ്റ്റൈനബിൾ ആണെങ്കിൽ ആ വഴിക്ക് നമുക്ക് ചിന്തിച്ചുകൂടെ? നമുക്കറിയാം 18ാം നൂറ്റാണ്ട് മുതലാണ് മനുഷ്യൻ വനം കയ്യേറി തുടങ്ങിയത്. യൂറോപ്യന്മാർ വരുന്ന സമയം തന്നെ കപ്പലുണ്ടാക്കാൻ വേണ്ടി തേക്കിൽ തുടങ്ങിയതാണ്. അന്നു മുതൽ കേരളത്തിലെ വനങ്ങൾ പശ്ചിമഘട്ടമായാലും ഇങ്ങോട്ടും പണ്ട് നമ്മൾ തീരദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. പക്ഷേ പിന്നീട് കയറി നമ്മൾ മാറി. ഇതിന് പല രീതികളുണ്ടായിട്ടുണ്ട്. മത സാമുദായിക ശക്തികൾ ഇതിനെ ഇപ്പോഴും എതിർക്കുന്നുണ്ട്. കസ്തൂരംഗനായാലും ഗാഡ്ഗിലായാലും ഇത് രണ്ടിലും പല അഭിപ്രായങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷേ പൊതുബോധം ഉയരുന്നില്ല എന്നുള്ളതാണ്. അതായത് പ്രകൃതിയെ എങ്ങനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ വനത്തെ എങ്ങനെ സ്നേഹിക്കണം, വനം എത്രമാത്രം അവശ്യ ഘടകമാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശേഷി പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു വനവൽക്കരണം അല്ലെങ്കിൽ പ്രകൃതി സാക്ഷരത ഉയർത്തിക്കൊണ്ടുവരേണ്ട ബോധം ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കാര്യം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ ഈ ചർച്ച ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ചോദ്യമാണ്. നമ്മളൊരു 50 വർഷത്തേക്കോ 100 വർഷത്തേക്കോ മുന്നിൽ കണ്ടുകൊണ്ടാണോ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതോ ഇനി ഈ ബിനോയ് സാറ് പറഞ്ഞതുപോലെ ഒരു 100, 150, 5000, 10000 വർഷങ്ങൾക്കപ്പുറത്തേക്കാണോ നമ്മൾ ചിന്തിക്കുന്നതെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ബേസിക് വിഷയം. ഇന്നത്തെ ആവശ്യങ്ങളാണെങ്കിൽ ശരി, വനം പോകട്ടെ എന്ന് നമുക്ക് വയ്ക്കാം. പക്ഷേ നമ്മൾ മുൻകൂട്ടി ഇനി വരുന്ന തലമുറകളെയും അവരിവിടെ
എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു വിഷയമുണ്ടല്ലോ. വനത്തിനെ സ്നേഹിക്കുമ്പം നമ്മളെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് അതിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് ഒന്നിനോടും ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളുമായിട്ടൊരു ബന്ധം വളർത്തിയിട്ടല്ല നമ്മുടെ പഠനങ്ങൾ പോകുന്നത്. നമ്മൾ പഠിക്കുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, അടുത്ത സ്റ്റെപ്പ് കയറുന്നു, അവിടെയും പഠിക്കുന്നു, മാർക്ക് വാങ്ങിക്കുന്നു, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. അല്ലാതെ ഒരു MBBSകാരനോ എന്തിനാണത് പഠിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് അത് പഠിക്കുന്നത്? വനത്തെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത് ആർക്ക് വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കീശ വീർപ്പിക്കാനുള്ളത് എന്നുള്ളതിൽ കവിഞ്ഞിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇവിടെ വരുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നിതിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരുന്നത്.